ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു ദിവസത്തെ ഒരു വീഡിയോ കേട്ടോ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് പയറൊന്ന് വേവിച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നേ. നമ്മൾ ഇന്നലെ ഒരു ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ തയ്യാറാക്കിയിട്ടുണ്ടൊരു പയറുണ്ടല്ലോ, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ ബാക്കിയെടുത്ത്. ആ ഒരു പയർ ബാക്കിയുള്ളതുകൊണ്ട് നമുക്കത് വെച്ചിട്ടൊരു സ്നാക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം വൈകിട്ട് ചായക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അത് ഒരു കടായി വെച്ചിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1.5 കപ്പോളം ജാഗരി സിറപ്പ്, അതായത് ഓൾറെഡി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ശർക്കര ഉണ്ടല്ലോ ഒന്ന് പാനിയാക്കി തിളപ്പിച്ചൊന്ന് വറ്റിച്ചതിന് ശേഷം അരിച്ച് ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ പെട്ടെന്നെടുത്ത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അത് ആ ഒരു 1.5 കപ്പോളം ജാഗരി സിറപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു മുറി തേങ്ങ ചിരകിയതാണേ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഫ്രഷായിട്ട് നമ്മൾ ചിരകി ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു ശർക്കരയും തേങ്ങയും കൂടെ ഒന്ന് യോജിച്ച് വരണം. ആ ഒരു ശർക്കര പാനി ഉണ്ടല്ലോ ഒന്ന് വറ്റി വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള പയർ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2.5 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒന്നുകിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചേർക്കാം വേവിച്ച പരിപ്പ് പയർ, അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ചെറിയ ജാറിൽ മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പം നമുക്കിതൊന്ന് പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും. ഉരുട്ടിയെടുക്കാനും കയ്യിൽ നമ്മളിങ്ങനെ ബോൾസാക്കി എടുക്കൂലേ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് എളുപ്പമായിരിക്കും. അപ്പം ഞാൻ അത് ഒന്ന് പൊടിച്ചിട്ട് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡയറക്റ്റായിട്ട്. പിന്നെ നമ്മളൊരു എന്തെങ്കിലും പിന്നെ സ്മാഷർ വെച്ചിട്ടൊന്ന് ഉടച്ചൊന്ന് എടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ മിക്സിയിൽ പൊടിച്ചിട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 2-3 ഏലക്ക ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനം കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1-2 ടീസ്പൂൺ നെയ്യും കൂടെ അങ്ങ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഒന്ന് തണുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് എടുക്കാം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതിലേക്കുള്ള ഒരു ബാറ്റർ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ അതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 കപ്പോളം മൈദ മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മാത്രം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്തെടുക്കാം. ഓപ്ഷനലാണ്, തികച്ചും ഓപ്ഷനലാണ് കേട്ടോ. ഒരിക്കലും ഞാനത് പറയൂല ഇത് ചേർക്കണം, ഇത് ചേർത്താലേ ഭംഗിയും ടേസ്റ്റും ഉണ്ടാവുമെന്നൊന്നും പറഞ്ഞ് ടേസ്റ്റ് ഒന്നും ബാധിക്കുന്ന കാര്യമില്ല. ഒരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മൾ ക്യാമറയ്ക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ച് ഞാൻ മഞ്ഞ കളർ ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ സോഡാപ്പൊടി ഒഴിവാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3-4 മണിക്കൂർ മുന്നേ മാവൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചാലും മതി. ഓക്കെ ആണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സോഡാപ്പൊടി ചേർത്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഒരു യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പാകത്തിന് എല്ലാം ഞാൻ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ആ ഒരു നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് ആ ഒരു ഫില്ലിങ് ഒന്ന് ബോൾസ് ആക്കിയിട്ടൊന്ന് എടുക്കാം. അപ്പോൾ തണുത്ത് വരുന്ന സമയത്ത് നമുക്കൊന്നും കൂടെ കയ്യിലൊന്നും ഇങ്ങനെ പിടിക്കാനായിട്ട് പാകമായിരിക്കും കേട്ടോ. നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതെല്ലാം ഒന്ന് ബോൾസാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണോ അത് ഒഴിച്ചെടുത്താൽ മതിയാകും. ഒരുപാട് എണ്ണ ആവശ്യമില്ല, നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറിയ ക്വാണ്ടിറ്റിട്ടൊന്ന് വറുത്ത് കോരി എടുത്താലും മതി. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ല ഓരോ ബോൾസ് വീതം ഈ ഒരു ബാറ്ററിലേക്ക് ഒന്ന് ഇട്ട് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് എൻ്റെ പുറം ഭാഗത്തൊന്ന് കോട്ട് ചെയ്തെടുക്കണേ ആ ഒരു ബാറ്റർ. എന്നിട്ട് ആ ഒരു ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് വറുത്ത് കോരിയൊന്ന് എടുക്കാം. ആദ്യത്തെ ഇട്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ കരിഞ്ഞു പോയി കേട്ടോ ചെറുതായിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടാണ് അത് ഇട്ട ഉടനെ അങ്ങ് കളർ മാറിപ്പോയത്. അപ്പോൾ നമ്മൾ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് മാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. നമുക്ക് നന്നായിട്ട് ഇതാ ഫ്രൈ ആയി വന്നിട്ടുള്ളത് ആ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ അടുത്ത ബാച്ചും ഇതുപോലെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ടേ. ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു മാവ് അത്രയും ആ ഒരു കറക്റ്റ് ബോൾസ് തീരുന്നവരും ഉണ്ടായിരുന്നു കേട്ടോ. കറക്റ്റായിരുന്നു, മാവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ബോൾസും തീർന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതാ വൈകിട്ടായതുകൊണ്ട് ചായയും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചായക്കാണല്ലോ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുത്തത്. അപ്പോൾ ഇതാ മോദകവും ചായയും റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മോദകം കഴിക്കാൻ വേണ്ടിയിട്ട്.
അപ്പം തയ്യാറാക്കിയിട്ടില്ലാത്തവരും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കും. നമ്മൾ എന്തായിരുന്നാലും നമ്മൾ പുറത്ത് ആ ഒരു ടീ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ബെസ്റ്റാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു മോദകം കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പേഴ്സണലി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു മോദകം തന്നെയാണ് കേട്ടോ ഇഷ്ടം. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എനിക്കിതാണ് കൂടുതലിഷ്ടം. ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതിന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചായ റെഡി, മോദകമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞ് റെസിപ്പി വീഡിയോയ്ക്കാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.